വോട്ടെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ സന്ദർശനം. ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിശദാംശങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, വോട്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനായി. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അസാധാരണമായിട്ടുള്ള ഈ ഒരു സന്ദർശനം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്? ഭദ്ര, ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഉള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇവിടെയുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പറയാൻ ആയിട്ട് തയ്യാറായിട്ടില്ല. പക്ഷെ മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ BJP-യുടെ മറ്റു ആളുകളോ അത്തരത്തിലുള്ള പ്രവർത്തകരോ ഒന്നും തന്നെ അദ്ദേഹത്തിനൊപ്പം, ലഫ്റ്റനന്റ് ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതൊരു പൂർണ്ണമായും ഔദ്യോഗികമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, ചർച്ചയുടെ വിശദാംശങ്ങൾ ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടാനായിട്ടുള്ള, സഭാ നേതൃത്വം തന്നെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മറ്റ് സഭാ അധ്യക്ഷന്മാരും, അതായത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്മാരുമായിട്ട് ചർച്ചകൾ നടത്തും. അവരെ കാണുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ. പ്രത്യേകിച്ചും ഈ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJP ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ അജണ്ടകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉയരുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തിൽ? പ്രത്യേകിച്ച് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഭദ്ര, നിലവിൽ ബിലീവേഴ്സ് ചർച്ചിൽ വൈകിട്ട് 4 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ ചടങ്ങിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സഭാ അധ്യക്ഷന്മാർ, അതായത് ഓർത്തഡോക്സ് സഭാ മേധാവി ബെസോലിസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, അതുപോലെ തന്നെ യാക്കോബായ സഭാ അധ്യക്ഷനുണ്ട്. അവരുമായിട്ട് ചർച്ചകൾ ഉണ്ടാകും, സന്ദർശനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്നാണ് സഭ. ശരി, വ്യക്തമാണ്. എന്തായാലും വോട്ടെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡൽഹി ഗവർണറുടെ അസാധാരണമായ ഒരു സന്ദർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അത് ഔദ്യോഗികമായ ഒരു സന്ദർശനമാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.